അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഇസ്ലാമിക ചരിത്രത്തിൽ എന്നും ജ്വലിച്ചു നിൽക്കുന്ന ഒരു കഥയാണല്ലോ ഉഹുദ് യുദ്ധം. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പട്ടണമായ മദീനയുടെ സമീപ പ്രദേശം ഉഹുദ് മല ഇസ്ലാമിക ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ്. 700ഓളം വരുന്ന മുസ്ലിം ന്യൂനപക്ഷം, 3000ഓളം വരുന്ന ശത്രു സൈന്യത്തെ നേരിടുന്ന ഒരു കഥയാണ് നിങ്ങളുമായിട്ട് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. അരികരം സുബൈറോട് നബിയേകി ഖാലിദ് ഇബ്നുൽ വലിയണ്ടോർ നിലാത്തൂകം നിലഫാനെ അതു പഠിച്ചെന്നിട്ടവരുടൻ മുന്നിൽ അണി തന്നിൽ ഉരത്താനേ നരിക്കൂഫറുകളിൽ ചിലർ തലവരെ ഫരികളെ നെറുനേരെ ചിലതോളർകളായി താനേ നിലവോട് യൂദത്തലമിൽ നിറുത്തി തിരുമാണി നബിയാരേ. അതെ, തന്ത്രജ്ഞാനിയായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അടർക്കളത്തിൽ ഇങ്ങനെ തന്റെ അനുയായികളെ ഇങ്ങനെ അണിയൊപ്പിച്ചിരുത്തുകയാണ്. അതെ, ഇസ്ലാമിന്റെ ധർമ്മധ്വജം മഹാനായ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലും ഏൽപ്പിച്ചു കഴിഞ്ഞു. മറുവശത്ത് ഖാലിദ് ഇബ്നു വലീദ് സർവ യുദ്ധത്തിന് വേണ്ട തയ്യാറെടുപ്പുകൾ എടുത്ത് മറുവശത്ത് നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് ഉഹുദ് മലയിലെ മറ്റൊരു മലയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 50 സ്വഹാബാക്കളെ ചില ട്രിക്കുകൾക്ക് വേണ്ടി വെക്കുകയാണ്. അവരെ ചിലപ്പോൾ മറ്റൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താനായിരിക്കും. അവരോട് ചില കാര്യങ്ങൾ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്. എന്താണ് അത്? ഉരത്താർ നബി ത്വാഹ ഖലീമത്തിനായി ഒരു മീതമൈ കോട്ടുനുമൈ കണ്ടാലും വരണ്ട ഇലൈനാ നിർത്തി വീട് വിട്ട് വരുമാനിനെ കുണ്ട അയത്തല്ലാതെ പൊരുതുന്നിതാ നമ്മൾ കുലുക്കാഫെട്ട് പോകുന്നത് യുങ്ങൾ നളർത്തെന്നാലും ഉരമീ ഭവനം വിട്ടിളകിടേണ്ട ഉതുക്കം നമുക്കുങ്ങൾ ചെയ്യുക വേണ്ട വല്ലാനുരഫേറ്റം സ്വഹാബാക്കളെ വെള്ളി നറുപ്പീഫിൻ ഇരണ്ടാർ കോണിൽ. ഓ സ്വഹാബ, നിങ്ങള് ഒരിക്കലും അടർക്കളത്തിലേക്ക് ഇറങ്ങേണ്ടതില്ല. ഞങ്ങൾ ചിലപ്പോൾ വനീമത്ത് സ്വത്തെല്ലാം ഒരുമിച്ച് കൂട്ടുന്നുണ്ടാകും. അത് കണ്ടെന്നും യുദ്ധം അവസാനിച്ചെന്ന് കരുതി നിങ്ങൾ ഇറങ്ങി വരരുതേ. ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കള് വെട്ടുകൊണ്ട് പുളയുന്നുണ്ടാകും. അത് കണ്ടൊന്നും നിങ്ങൾ ഇറങ്ങി വരരുതെന്ന് സ്വഹാബാക്കളോട് ഹബീബായ തങ്ങള് ഉപദേശിക്കുകയാണ്. പക്ഷേ എന്തോ അവിടെ സംഭവിക്കുന്നുണ്ട്. കടുക്കിടാർ മുതലെടുക്കുന്ന ശുഹലകപ്പെട്ട തിരുക്കളവിലെ പതിലിട്ടോർ മുന്ന മലകിട്ടെ ഏറ്റം അഹദുറ്റാക്കിയ സഹമുക്ക അടല് ഫാത്തവർ അബ്ദുല്ലാഹി ബിൻ ജുബൈറണ്ടോരിലുമൈകളും അവിടം പോൽ ക്ഷണമനിമത്തിൽ പോളുതവരെ പോൽ നമുക്കെടുത്തിടാ. ഉഹുദ് രണാങ്കളം ശക്തമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. പരാജയം ചെറുതായിട്ട് സൂചന കിട്ടിയപ്പോൾ ശത്രുക്കൾ കള്ളം വിട്ടുപോയി കൂട്ടരെ. ഈ സമയം അതെ, ആ പർവ്വതത്തിന്റെ മുകളിൽ സ്ഥാപിച്ച ചില സ്വഹാബാക്കൾ യുദ്ധം അവസാനിച്ചെന്ന് പറഞ്ഞ് ഇറങ്ങി വരികയാണ്. ആ സമയത്ത് സുബൈർ തങ്ങളും 10 സ്വഹാബാക്കളും ഹബീബായ തങ്ങൾ ഇറങ്ങാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ, പിന്നെ എങ്ങോട്ടാണ് ഇറങ്ങി പോകുന്നതെന്ന് പറഞ്ഞ് അവിടെ നിലയുറപ്പിച്ചു. എന്നാൽ
ഈ സമയത്ത് ഈ തക്കം നോക്കി ഇക്രീമത്തും അതുപോലെ തന്നെ വലീദും കുറച്ച് സംഘവും ഈ മലമുകളിലേക്ക് കയറി ചെല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ 10ഓളം സഹാബാക്കളെ വെട്ടിവീഴ്ത്തുകയാണ്. ഫത്തഖൂ ഫിത്നതൻ ലാ യുസീബു മിൻകും ഖാസ. ഈ രംഗം കണ്ട ഇബ്ലീസ് ചെയ്തത് അഫളുന്താടുത്തതായി ഇബിലിസുമതുമല്ല ത്വഹ ആളമാൽ വിളിത്ത് ചൊല്ലൈ യാ ഇബാദല്ലാ. ചിഫമായി വാടിപ്പുറത്തെ കൂടെ നീരെല്ലാം ചാരേദിത്ത് കാത്ത് നിണ്ട് കൊൾവിൻ ഏണ്ടവർ ചൊല്ല. ആരാണ് ഇബ്ലീസ്? അതെ, ലോകത്തിലെ ഏറ്റവും വലിയ ഫിത്തിന കൊള്ളിയല്ലേ. അവനെങ്ങനെ അട്ടഹസിച്ചുകൊണ്ട് വിളിച്ചു പറയാണ്, ഓ ശത്രു സൈന്യമേ, കുഫാരിങ്ങളെ, നിങ്ങൾ ഇങ്ങോട്ട് വരൂ, ഇവിടെ ചില മാറ്റങ്ങളൊക്കെ നടന്നിട്ടുണ്ടേ, ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് വീണ്ടും വിളിച്ചു വരുത്തി. അവിടെ അവസ്ഥകളൊക്കെ ആകെ മാറി മറഞ്ഞു. വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. അടലിലതിഫള്ളേറിയ ശിദ്ധത്തുടൈരിഷപ്പോൾ ചെയ്തരി ഹംസ അവ കുലതിട്ടത് അതിമതമുറ്റിയ മഹ്ഷുജഹോജ. കുഫർ കുറേശികളിൽ അധികത്തുകൾ ഒരു പൊരുമെറ്റതു ഇരുപത് ഫേരാ. കെടുമയിലപ്പോൾ കാളർ സൊഫിൻ ഇടപെടിപ്പെട്ടാൽ ചൂരിതമൊത്തെ കരകമതൊത്തെയും കിരുകിതമൊത്തെയും കിസ്മിസിഫാ. അവനുര സ്വഹബിൽ ഹർബിനി ദിക്കള ഇവിടമിൽ നിൽക്കുവാൻ ഉമകളിലാരാ. ശത്രുക്കളുടെ എക്കാലത്തെയും പേടി സ്വപ്നമായ ഹംസ റളിയല്ലാഹു അൻഹു ഉഹുദ് രണാങ്കളത്തിൽ ചീറിപ്പാറുകയാണ്. അതെ, ഏകദേശം ഈ സമയമായപ്പോഴേക്കും 31 ശത്രുപക്ഷത്തെ വ്യക്തികളെ അരിച്ചു മാറ്റിയിട്ടുണ്ട്. അവിടുന്ന് പെട്ടെന്നൊരു സമയത്ത് പിറകിൽ നിന്നൊരു ശബ്ദം, സിപായിയാണല്ലോ, ഓ അബ്ദുൽ അസീസിന്റെ മകനെ, ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി വാടാ. ആരോടാ പറഞ്ഞത്? ഹംസ റളിയല്ലാഹു അൻഹുവിനോടാണ്. ഓർക്കണേ, കടുക വെളുത്താൻ ചോരന വമ്പർ ഇബ്നു മുഖദ്ദിഹത്തുൽ ബുറുറുന്തൻ കാനീനത്തുൾ മധുമധുമുറ്റിയ ചൊരിക വേണ്ട. അടിപൊരുതിടുവാൻ കരുതി നിരത്തിട നടതിലടുത്ത് ബയലുമറിയേണ്ട. അറുകവ ചുറ്റി ചാടി ക്ഷണത്തിൽ നിരയടി മസ്തർ ഫേഷിടുമപ്പോൾ അറുസർ മതിത്തമെ ബറിയിൽ കൊടുപ്പമെ ഒരു നൂർഫാലെ മഹപടദബൻ ഹർബിൻ വെളുന്തുടൻ ഹർബിലിറങ്ങിട ചെറുകതിനാലേ. നീ ആരാ? നീ വലിയ ഭംഗീഷമൊന്നും പറയണ്ട. നീ ആ മുത്താച്ചി പെണ്ണിന്റെ മകനല്ലടോ. കുടുംബത്തിന്റെ പേരൊന്നും പറഞ്ഞ് അല്ലെങ്കിൽ അതിന്റെ വലുപ്പമൊന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കയറി വരണ്ട. ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ എന്ന് തിരിച്ച് ഹംസ റളിയല്ലാഹു അൻഹു. കഴിഞ്ഞില്ല, അപ്പോഴേക്കും ഹംസ റളിയല്ലാഹു അൻഹു 2 അടി മുന്നിലേക്ക് ടപ്പ് ടപ്പ്. അതെ, ഒറ്റവെട്ട്. അതാ സിപാഹി അവിടുന്ന് വീഴുകയാണ്. സിപാഹി വീണപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു ഉടനടി കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി അദ്ദേഹത്തിന്റെ പടയങ്കി ഊരാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്ത് അതാ യുദ്ധത്തിനൊന്നും പങ്കെടുക്കാതെ ഒരാള് ഹംസ റളിയല്ലാഹു അൻഹുവിനെ തക്കം പാർത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അതെ, ഹംസ റളിയല്ലാഹു അൻഹുവിനെതിരെ വഹ്ഷി തന്റെ ചാട്ടുളി എറിയുകയാണ്. അതാ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചുവലിലേക്ക് കയറി കൂട്ടരെ. ഹംസ റളിയല്ലാഹു അൻഹു രണാങ്കളത്തിൽ വീഴുകയാണ്. സ്വഹാബാക്കൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കുന്നുണ്ട്. ഈ സമയത്ത് വംശി, അതെ ഹിന്ദു ഹംസ റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് ഓടി വരുന്നുണ്ട്. അതാ ഹൃദയം നമുക്ക് പറയാൻ കഴിയുന്നില്ല. ഞങ്ങൾ പോകട്ടെ. അസ്സലാമു അലൈക്കും.